ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെറിൻ്റെ വീട്ടിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. ആ ജീപ്പിൽ നിന്നും ഷെറിൻ്റെ അച്ഛൻ ഇറങ്ങി വരുന്നു. അയാൾ പുറത്ത് കാറിലിരിക്കുന്ന ഗ്രേസമ്മയെയും മാമച്ചനെയും കാണുന്നുണ്ട്. വീട്ടിനകത്ത് കയറിയപ്പോൾ റോബിച്ചൻ പറയുന്നത്, ആ എറണാകുളത്ത് ഉള്ളവർ വന്നിട്ടുണ്ട്, അവരാണ് ടോണിയെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്, അവർക്കിപ്പോൾ കുഞ്ഞിൻ്റെ വിവരം അറിയണം, അതാണ് ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും വന്നപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞെവിടെ, നിങ്ങൾ ആ കുഞ്ഞിനെ വിറ്റോ അതോ കളഞ്ഞോ എന്നൊക്കെ പ്രകോപിപ്പിച്ച് ചോദിച്ചിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതിനിടയിൽ വളരെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട് നമ്മുടെ ഷെറിൻ്റെ വിചാരം ടോണി പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും എന്നാണ്. ഏതായാലും ടോണി തിരിച്ചു പോയപ്പോൾ റൂമിൽ കയറി പൊട്ടിക്കരയുന്നുണ്ട് ഷെറിൻ. ഇവിടെ വൈജയന്തിയോട് അലീന വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇനി കൂടിപ്പോയാൽ 3-4 ദിവസം കൂടിയേ ഉണ്ടാവുള്ളൂ, ഇനി ഞാൻ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ വാക്കല്ലേ, അതും പലതവണ കേട്ടിട്ടുള്ളതാ, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അതൊന്നും കേൾക്കാതെ അലീനയെ പരമാവധി അവഹേളിക്കാൻ പറ്റിയ ഭാഷയിലൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് വൈജ. അതിന് അലീന പറയുന്നത്, നമ്മുടെ ശരീരത്തിനേറ്റ മുറിവ് വേഗം കരിഞ്ഞു പോകും, പക്ഷെ മനസ്സിനേറ്റ മുറിവ് അതൊരിക്കലും ഉണങ്ങില്ല എന്നും പറയുന്നുണ്ട്. ആരെന്തു പറഞ്ഞാലും ഒരു കുലുക്കവുമില്ലാതെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈജയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.